അത്യുന്നതനായ സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ നമ്മുടെ പിതാവായ ഏക ദൈവത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും എല്ലാം ദൈവത്തിന് എല്ലാ മഹത്വവും അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 145:21 എൻ്റെ വാ കർത്താവിൻ്റെ സ്തുതികൾ പാടും, എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ പരിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. എൻ്റെ വാ കർത്താവിൻ്റെ സ്തുതികൾ പാടും, എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ പരിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, എല്ലാ മഹത്വത്തിനും യോഗ്യനാണ് അത്യുന്നതനായ ദൈവം. ദൈവപിതാവിനാണ് എല്ലാ മഹത്വവും നൽകേണ്ടത്. എന്നാൽ ഈ ഭൂമിയിൽ ഈ ഭൗമവസ്തുക്കളുടെ ക്ഷണികമായ സൗന്ദര്യങ്ങളും ശക്തിവിശേഷങ്ങളും കാണിച്ച് അതുമൂലം മനുഷ്യരിലുണ്ടാകുന്ന ചില കഴിവുകളും കാണിച്ച് മനുഷ്യരെയും ഈ ലോകവസ്തുക്കളെയും മഹത്വപ്പെടുത്താൻ സാത്താൻ മനുഷ്യനെ എന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സർവമഹത്വത്തിന് യോഗ്യൻ ദൈവമാണ്. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരിൽ എന്തെല്ലാം ശ്രേഷ്ഠതകൾ കണ്ട് അവരെ മഹത്വപ്പെടുത്തുന്നുവോ അതിൻ്റെ എല്ലാം പൂർണ്ണതയും ഉറവിടവുമാണ് അത്യുന്നതനായ ദൈവം. ഈ ലോകത്തിൽ മനുഷ്യനുണ്ടെന്ന് അവകാശപ്പെടുന്ന മഹത്വങ്ങളെല്ലാം ക്ഷണികമാണ്, നൈമിഷികമാണ്, അവരുടെ നിത്യരക്ഷയ്ക്ക് ഏറ്റവും വലിയ വിഘാതവുമാണ്. അപ്പോൾ എല്ലാം മഹത്വം നാം നൽകേണ്ടത് അത്യുന്നത ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവമക്കൾ സർവശക്തിയോടെ എല്ലാ സ്നേഹത്തോടും കൂടെ അത്യധികം അഭിമാനത്തോടെ അത്യുന്നതനായ ദൈവപിതാവിന് മഹത്വം നൽകുന്നു. നമ്മൾ കഴിഞ്ഞ ശുശ്രൂഷയിൽ കണ്ടു, അവിടുന്ന് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാണ്, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനാണ്. അവിടുന്ന് പറയുകയും പറയുന്നത് നിറവേറ്റുകയും ചെയ്യുന്നവനാണ്. അവിടുന്ന് സകലത്തിൻ്റെയും രാജാവാണ്. അവിടുന്ന് അതുല്യനായ ദൈവമാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ കണ്ടു, നാം ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയണം. മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്താതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ദൈവത്തെ, ഏക സത്യദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നില്ല. അപ്പോൾ അറിയുന്നില്ല എന്ന് തന്നെയാണ് ദൈവവചനവും സാക്ഷ്യപ്പെടുന്നത്. ലോകം ദൈവത്തെ, ദൈവപിതാവിനെ അറിയുന്നില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് സ്നേഹിച്ച് മഹത്വപ്പെടുത്താൻ, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുള്ള അവകാശം സ്വന്തമാക്കാൻ ദൈവം ആദിയിൽ തന്നെ തെരഞ്ഞെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഗണമുണ്ട്. അവരെക്കുറിച്ച് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗണമുണ്ട്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും, അപ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് വിശ്വസിക്കാനും, ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും, ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാനും യഥാർത്ഥത്തിൽ വിശ്വസിക്കാനും, അങ്ങനെ ആ അറിയുന്ന ദൈവത്തെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനും കഴിയുള്ളൂ. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവമുണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഇത് ദൈവത്തിൻ്റെ വാക്ക്, കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ മഹത്വവും നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ നിശ്വാസത്തിലും ദൈവത്തിന് മഹത്വം നൽകണം. പ്രിയപ്പെട്ടവരെ, അതിനനേകം ഈ മഹത്വം ദൈവത്തിന് നൽകാൻ കാരണമായ അനേകം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, അവിടുത്തെ മഹനീയമായ
പ്രവൃത്തികളെക്കുറിച്ച് ഒക്കെ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സ്നേഹനിധിയാണ്. അത്യുന്നതനായ ദൈവം സ്നേഹനിധിയാണ്. സങ്കീർത്തനങ്ങൾ 103:8 കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഇവിടെ ദൈവം എല്ലാ സ്നേഹത്തിൻ്റെയും പൂർണ്ണതയാണ്. നമുക്കറിയാം, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ തങ്ങളെ തൃപ്തരാക്കുന്നു എന്നറിയുന്ന കാര്യമാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹത്തിന് വേണ്ടി മനുഷ്യൻ അനേക ഇടങ്ങളിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. ഒരിക്കലും കിട്ടാത്ത ഇടങ്ങളിലാണ് അവനത് അന്വേഷിക്കുന്നത്. എന്നാൽ സ്നേഹത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അദമ്യമായ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ ഒരാൾക്കേ കഴിയൂ, അത്യുന്നതനായ ദൈവപിതാവിന്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുഴുവൻ പൂർണ്ണത ദൈവത്തിലാണ്. അവിടുന്ന് സ്നേഹനിധിയായ പിതാവാണ്. അപ്പോൾ ഒരപ്പൻ്റെയും അമ്മയുടെയും എല്ലാം സ്നേഹത്തിൻ്റെ പൂർണ്ണത, ഒരു സഹോദരൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ എല്ലാ മുഖങ്ങളുടെയും, എല്ലാ പരിശുദ്ധമായ മുഖങ്ങളുടെയും പൂർണ്ണതയാണ്, ആകത്തുകയാണ്, എല്ലാറ്റിൻ്റെയും അപ്പക്സാണ് അത്യുന്നതനായ ദൈവം. അതിനാൽ അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. 1 യോഹന്നാൻ 4:8-10 സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്തിനെ? സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും സാധാരണ പറയുന്നൊരു കാര്യമാണ്, ദൈവം സ്നേഹമാണ്. പക്ഷെ സ്നേഹം എന്താണെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തിനെയാണ് സ്നേഹിക്കേണ്ടതെന്ന കാര്യത്തിൽ മനുഷ്യന് പല കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകളെല്ലാം ദൈവികമല്ല. അപ്പോൾ യഥാർത്ഥ സ്നേഹമുണ്ട്. പരിശുദ്ധമായ, നിഷ്കളങ്കമായ, പരിപൂർണമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് അത്യുന്നതനായ ദൈവം. ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അതവിടുത്തെ സ്നേഹം. ഇല്ല, നാം ജീവിക്കില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പം നാം അല്ല ദൈവത്തെ ആദ്യം സ്നേഹിച്ചത്, അവിടുന്നാണ് നമ്മെ സ്നേഹിച്ചത്. നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് അവിടുത്തെ മക്കളായി നമുക്ക് ജന്മം നൽകിയതും നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നമുക്കായി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതും നമുക്ക് വേണ്ടി എല്ലാം അവിടുന്ന് പ്രവർത്തിക്കുന്നതുമെല്ലാം അവിടുത്തെ പുത്രനെ, പാപമറിയാത്ത പരിശുദ്ധനായ അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി ബലിയർപ്പിക്കാൻ മാത്രം നമ്മെ സ്നേഹിച്ച അത്യുന്നതനായ ദൈവം. അവിടുന്ന് ഈ എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. യേശയ്യ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, ഇതൊക്കെ സംഭവിക്കും. എന്നാൽ എൻ്റെ അചഞ്ചല സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഇത് ദൈവമായ കർത്താവ് ആരോടാണ്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഗ്രഹിച്ചിട്ട് വേണം ഈ വചനത്തിൽ നാം ആനന്ദിക്കാൻ. അപ്പോൾ നാം ഒരു വചനം ഗ്രഹിക്കണമെങ്കിൽ അത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഏത് സമയത്ത് പൂർത്തിയാകുന്ന കാര്യമാണ് എന്ന് ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവവചനം ഗ്രഹിക്കില്ല. അപ്പോൾ ഒരു ഗണത്തെക്കുറിച്ച് കർത്താവ് പറയുക, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, അതൊരിക്കലും നിന്നെ പിരിയില്ല. അപ്പോൾ ഒരിക്കലും അകന്നു പോകാത്ത നിത്യസ്നേഹമാണ് ദൈവം. അവിടത്തേക്ക് എല്ലാ മഹത്വവും നമുക്ക് നൽകാം. എല്ലാ മഹത്വവും അവിടത്തേക്ക് ഉണ്ടായിരിക്കട്ടെ. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണു താനും. അപ്പോൾ ദൈവമക്കൾ
എന്ത് തിരിച്ചറിയണം? എത്ര വലിയ സ്നേഹമാണ് തങ്ങളുടെ പിതാവായ ദൈവം തങ്ങളോട് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതറിയാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നത്. വന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. അപ്പോൾ അവിടുന്ന് എല്ലാ സ്നേഹത്തിൻ്റെയും പൂർണ്ണതയാണ്. നിനക്ക് യഥാർത്ഥത്തിൽ സ്നേഹത്താൽ തൃപ്തയാക്കപ്പെടണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഇതാഗ്രഹിക്കുന്നുവോ എങ്കിൽ അവൾ ദൈവപിതാവിലേക്ക് തിരിയട്ടെ. ആ ദാഹം മുഴുവൻ തൃപ്തിപ്പെടുത്താൻ, സ്നേഹത്താൽ നിന്നെ നിറയ്ക്കാൻ അത്യുന്നതനായ ദൈവപിതാവിന്, യേശു ക്രിസ്തുവിൻ്റെ പിതാവും നമ്മുടെ പിതാവുമായ ഏക സത്യ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ അവിടുത്തേക്ക് എല്ലാ മഹത്വവും നമുക്ക് നൽകാം. സങ്കീർത്തനങ്ങൾ 145:8-9. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. എത്രയോ വചനങ്ങളിലാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച്, അവിടുത്തെ ആർദ്രതയെക്കുറിച്ച്, അവിടുത്തെ കരുണയെക്കുറിച്ച് നമ്മെ അറിയിക്കുന്നത്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അപ്പോൾ കരുണയുടെ സമ്പന്നത മുഴുവൻ അവിടുന്നിലുണ്ട്. എല്ലാവരോടും കരുണ കാണിക്കുന്ന ദൈവം മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ഇന്നോളം ദൈവം ശിക്ഷിച്ചിരുന്നു എങ്കിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം കരുണയാണ് ദൈവം കാണിക്കുന്നതെന്ന് നാം പരിശോധിക്കണം. അപ്പോൾ ഈ കരുണ നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. അനുതപിക്കുന്നവരോടാണ് അവിടുത്തേക്ക് കരുണ, പശ്ചാത്തപിക്കുന്നവരോടാണ് അവിടുന്ന് കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭ്യമായിരിക്കുന്ന സമയമുണ്ട്. ദൈവത്തിൻ്റെ കരുണ ലോകത്തിൽ നിന്ന് അവിടുന്ന് പിൻവലിക്കുന്ന സമയവുമുണ്ട്. ദൈവം കരുണാനിധി ആയിരിക്കുന്ന പോലെ തന്നെ, അവിടുന്ന് കരുണയുടെ നിറകുടമായിരിക്കുന്നത് പോലെ തന്നെ അവിടുന്ന് നീതിമാനുമാകയാൽ ദൈവത്തിൻ്റെ ക്രോധം പതിക്കുന്ന സമയത്ത് അവിടുന്ന് അവിടുത്തെ കരുണ പിൻവലിക്കും. അപ്പോൾ ഈ ലോകത്തിലും ദൈവം കരുണ പിൻവലിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പോൾ കരുണ പിൻവലിച്ചാൽ മനുഷ്യൻ ഒരിക്കലും അനുതപിക്കില്ല. ഇന്ന് നാം ചുറ്റുമൊന്ന് പരിശോധിക്കുക. ദൈവത്തിനെതിരെ മനുഷ്യൻ ചെയ്യുന്ന നിരവധിയായ പാപങ്ങളിൽ മനുഷ്യൻ ആനന്ദിക്കുകയും ഈ പാപങ്ങൾ ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ആരും അനുതപിക്കുന്നില്ല. ദൈവത്തിന് മുൻപിൽ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണെന്ന്, പാപമാണെന്ന് ഏറ്റുപറഞ്ഞ് ആ പാപം ചെയ്തതിൽ വേദനിക്കുന്ന ഒരു സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതെന്തിൻ്റെ അടയാളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു? ദൈവത്തിൻ്റെ കരുണ പിൻവലിച്ചു എന്നതിൻ്റെ അടയാളം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ പിൻവലിച്ചാൽ അനുതപിക്കില്ല. അനുതപിക്കാത്തവൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ഈ ക്രോധം മുഴുവൻ വന്ന് പതിക്കുന്ന സമയമാണ് അവസാന കാലം, നാം ആയിരിക്കുന്ന സമയം. സങ്കീർത്തനങ്ങൾ 69:13. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. അപ്പോൾ അവിടുന്ന് കരുണാസമ്പന്നനാണ്. അവിടുത്തെ ഹൃദയം മുഴുവൻ മക്കളോടുള്ള കരുണയാണ്. അവിടുത്തെ ഹൃദയം മുഴുവൻ അനുതപിക്കുന്നൊരു പാപിയോടുള്ള കരുണയാണ്. അതിങ്ങനെ അനർഗളം മക്കളിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് ഇന്ന് നാം അവിടുത്തെ മുൻപിലായിരിക്കുന്നതും നാം എന്തായിരിക്കുന്നുവോ അതെല്ലാം ആയിരിക്കുന്നത് അവിടുത്തെ കരുണയാൽ മാത്രമാണ്. അപ്പോൾ കരുണയുടെ ഈ നിറകുടമായ കരുണാസമ്പന്നനായ നമ്മുടെ ദൈവപിതാവിന് എല്ലാ മഹത്വവും നമുക്ക് നൽകാം. അവിടുന്ന് സർവ്വ മഹത്വത്തിനും യോഗ്യനാണ്. സങ്കീർത്തനങ്ങൾ 111:4. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. ദൈവത്തിൻ്റെ വചനം
പ്രഘോഷിക്കുകയാണ്, അവിടുന്ന് വാത്സല്യനിധിയാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളോട്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോട് നമുക്ക് തോന്നുന്ന സ്നേഹമാണ് വാത്സല്യം. അപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിതാവുമാണ്, നമ്മുടെ മാതാവുമാണ്. നമുക്ക് ജന്മം നൽകി അവിടുന്ന് അത്യധികം വാത്സല്യത്തോടെയാണ് മക്കളെ എപ്പോഴും കടാക്ഷിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മുമ്പിൽ ആര് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് തന്നെ ചെറുതാക്കി ശിശുവാകുന്നുവോ, അവരിലേക്ക് ഈ വാത്സല്യം അണ പൊട്ടി ഒഴുകുന്ന മഹാപ്രവാഹം പോലെ ഒഴുകിയെത്തുന്നു. അവിടുന്ന് അത്രമാത്രം വാത്സല്യനിധിയാണ്. തൻ്റെ കുഞ്ഞുമക്കളോട് അതിയായ വാത്സല്യം കാണിക്കുന്ന, അവരെ മാറോട് ചേർത്ത് ഇറുകെ പുണർന്ന് വാത്സല്യത്തോട് നെറുകയിൽ ചുംബിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം. അപ്പോൾ അവിടുന്ന് ഈ വാത്സല്യനിധിയായ ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. സങ്കീർത്തനങ്ങൾ 18:35, അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തൻ ദാവീദ് ഏറ്റു പറയുന്നതാണ്. ഇതെല്ലാം ഇന്ന് പൂർത്തിയാകുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പോൾ സങ്കീർത്തനോടൊത്ത് നമുക്കും ഏറ്റു പറയാം, നമ്മെ വലിയവനാക്കുന്നത്, നമ്മെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നത് അവിടുത്തെ വാത്സല്യമാണ്. വാത്സല്യനിധിയായ അപ്പൻ, വാത്സല്യനിധിയായ നമ്മുടെ സ്വന്തം അപ്പൻ, ആ ദൈവപിതാവിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 1 തെസ്സലോനിക്ക 1:4, ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ആരിലേക്കാണ് ഈ വാത്സല്യം ഒഴുകുന്നത്? ദൈവം തെരഞ്ഞെടുത്ത ദൈവപുത്രൻ്റെ സഹോദരരിലേക്ക്. ആ വാക്കുകളൊക്കെ നാം പരിശോധിക്കണം. ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തു എന്ന് തെരഞ്ഞെടുത്തു. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു, ലോകസ്ഥാപനത്തിന് മുൻപ് അവിടുത്തെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ യേശുക്രിസ്തുവിൽ ആരെയാണോ ദൈവം തെരഞ്ഞെടുത്തത്, അവരിലേക്കാണ് ദൈവത്തിൻ്റെ വാത്സല്യം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകിയെത്തുന്നത്. അവിടുന്ന് വാത്സല്യനിധിയാണ്. അവിടുത്തെ വാത്സല്യത്തെ പ്രതി, മക്കളോട് അവിടുത്തെ വാത്സല്യത്തെ പ്രതി എല്ലാ മഹത്വവും ദൈവപിതാവിന് നമുക്ക് നൽകാം. ജ്ഞാനം 16:20, അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി, അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്കങ്ങ് നൽകി. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പണ്ടെങ്ങോ നടന്നുപോയ കഥ പോലെ വായിച്ചു പോയി മനുഷ്യൻ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വചനം ഇന്നും പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട്, നിൻ്റെ അധ്വാനം കൊണ്ട് ഭക്ഷിക്കുക. അങ്ങനെ മാത്രമാണ് ഇന്നും മനുഷ്യൻ ഭക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമാം വിധം, ഓരോരുത്തർക്കും അവരവരുടെ രുചിക്കനുസരിച്ച്, അവരവരുടെ ഇഷ്ടമനുസരിച്ച് പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് ദൈവം അവിടുത്തെ മക്കൾക്ക് നൽകുന്ന സംഭവം നടക്കാനിരിക്കുന്നു. അത് ദൈവം അരുളി ചെയ്ത, ദൈവം ഈ അന്ത്യകാലത്ത് മക്കൾക്ക് നൽകിയ സദ്വാർത്ത എന്ന ദൈവവചന ശുശ്രൂഷ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇതെന്താണെന്നും ഇതെപ്പോൾ സംഭവിക്കുന്നതാണെന്നും ഇതാരെക്കുറിച്ചാണെന്നും എല്ലാം വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അങ്ങ് അവർക്ക് പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ
അനേകം വിഭവങ്ങളുണ്ടായിരിക്കും. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. എത്ര കൃത്യമാണെന്ന് നോക്കിയേ. എന്നെ കേൾക്കുന്ന അനേകം മാതാപിതാക്കളുണ്ടായിരിക്കും. നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവർക്കിഷ്ടപ്പെട്ട രൂപത്തിൽ പാകപ്പെടുത്തി അവർക്ക് നൽകി ആ വിഭവങ്ങൾ അവർ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വാത്സല്യമല്ലേ അവർ പ്രകടമാകുന്നത്? നിങ്ങളുടെ വാത്സല്യം മൂലമല്ലേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്? അങ്ങനെയെങ്കിൽ മക്കളിലേക്ക് ചൊരിയുന്ന ദൈവത്തിൻ്റെ വാത്സല്യം എത്ര വലുതായിരിക്കും. ദൈവപിതാവിന് അവിടുത്തെ മക്കളോടുള്ള വാത്സല്യത്തിൻ്റെ ഒരു തരി മാത്രമാണ് മനുഷ്യനിൽ നിന്നുള്ളൂ. അപ്പോൾ ഈ വാത്സല്യത്തിൻ്റെ പൂർണ്ണ മുഴുവനുള്ള ദൈവത്തിൽ നിന്നും ഒഴുകി വരുന്ന വാത്സല്യം എത്രമാത്രമായിരിക്കും. അപ്പോൾ ദൈവപിതാവ് അവിടുത്തെ മക്കളോടുള്ള വാത്സല്യം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഒരു സമയത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. അവിടുന്ന് വാത്സല്യനിധിയാണ്. അവിടുത്തേക്ക് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എന്താണ് ദൈവം അവിടുത്തെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യവും ശ്രദ്ധിച്ചേ. സർവശക്തനായ ദൈവമാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് സർവശക്തനാണ്. ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ശക്തി കാണാറുണ്ട്, അല്ലെങ്കിൽ അനുഭവപ്പെടാറുണ്ട്. സൃഷ്ടികളിൽ അടക്കം ചെയ്തിരിക്കുന്ന ശക്തി, കാറ്റിൻ്റെ ശക്തി, അഗ്നിയുടെ ശക്തി, അല്ലെ മറ്റേതെങ്കിലും പ്രകൃതി ശക്തികളുടെ ശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ കാണുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രം. അഥവാ ഈ ശക്തികളെല്ലാം അതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എത്രയോ വലുതായിരിക്കും. ദൈവത്തെ അറിയാത്തതുപോലെ, ദൈവത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ്റെ മനസ്സിന് കഴിയാത്തതുപോലെ അവിടുത്തെ ശക്തിയും എത്ര വലുതെന്ന് ഗ്രഹിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പോൾ അത്രമാത്രം ഉന്നതമാണ്, അത്ര വലുതാണ് ദൈവത്തിൻ്റെ ശക്തി. അതിനെ വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. നാം ആകെ പറയാൻ കഴിയുന്നത് എന്താ? അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. എന്തും ചെയ്യാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. അപ്പോൾ അവിടുത്തേക്കല്ലേ എല്ലാ മഹത്വം നൽകേണ്ടത്. എന്നിട്ട് ആരാ ദൈവത്തെ മഹത്വപ്പെടുത്തുക? ആരാ ദൈവത്തിൻ്റെ ശക്തി ദർശിക്കുന്നത്? ആരാ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സർവശക്തനാണ്. അതുകൊണ്ട് എല്ലാ മഹത്വത്തിനും സർവ മഹത്വത്തിനും യോഗ്യനാണ് അവിടുന്ന്. എന്തെല്ലാം ശക്തികൾ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ഉറവിടമായ, അത് മുഴുവൻ ചെന്നു ചേരുന്ന, അതിൻ്റെ മുഴുവൻ സ്രഷ്ടാവായ സർവശക്തനായ ദൈവത്തിന് ഈ എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ജോഷുവ 22:22 സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. അവിടുന്ന് ഇതറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. അപ്പം ദൈവത്തിൻ്റെ ജനവും അറിയണം എന്ത്? ദൈവമാണ് സർവശക്തനായ കർത്താവ്. അവിടുന്ന് മാത്രമാണ് സർവശക്തൻ. ആ വചനങ്ങളുടെയൊക്കെ ഗാംഭീര്യം നാം ധ്യാനിക്കണം. സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ പിതാവും ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവുമായ ദൈവം. അവിടുന്ന് ഇതറിയുന്നു, ഇസ്രായേലും അതറിയട്ടെ. അപ്പോൾ നാം ഇതറിയണം. അവിടുന്നാണ് സർവശക്തൻ. അപ്പോൾ എല്ലാ മഹത്വവും സർവശക്തനായ ദൈവത്തിന് എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 15:18 കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ്, സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്.
ഇത് അവിടുത്തെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു വാക്ക്. അവിടുന്ന് സർവജ്ഞാനിയാണ്. ഇവിടെ ഒരു ജ്ഞാനം, അത് ഈ ലോകത്തിൽ മനുഷ്യൻ അതിനെ പല രൂപത്തിൽ കാണുന്നുണ്ട്. ലൗകിക വിജ്ഞാനമുണ്ട്, എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവൻ മനുഷ്യരുടെ മധ്യേ പരിപൂർണനെങ്കിലും, ഒരുവൻ മനുഷ്യരുടെ മധ്യേ പരിപൂർണനെങ്കിലും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമല്ലാതായിത്തീരും. അപ്പോൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടുത്തെ ജ്ഞാനം. അപ്പോൾ ഈ ജ്ഞാനം എല്ലാം പുറപ്പെട്ടത്, ഈ ജ്ഞാനത്തിൻ്റെ മുഴുവൻ ഉറവിടമായ ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയോ വർണ്ണനാതീതമാണ്. പറയാൻ വാക്കുകളില്ല നമുക്ക്. അത്രമാത്രം ഉന്നതമാണ് അവിടുത്തെ ജ്ഞാനം. സർവജ്ഞാനിയായവൻ, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായവൻ, അത്യുന്നത സർവജ്ഞാനിയായ ദൈവം. അപ്പോൾ ഈ എല്ലാ മഹത്വവും അവിടുത്തേക്കല്ലേ നാം നൽകേണ്ടത്? ജ്ഞാനത്തെ നാം ബഹുമാനിക്കുന്നുവെങ്കിൽ, മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ നാം എത്രമാത്രം മഹത്വപ്പെടുത്തണം, അവിടുത്തെ ജ്ഞാനത്തെ പ്രതി. അതുകൊണ്ട് ദൈവമക്കൾ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, അത്യധികം ആനന്ദത്തോടെ സർവജ്ഞാനിയായ ദൈവത്തെ സർവമഹത്വവും നൽകി ആദരിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യും. അവിടുന്ന് സർവജ്ഞാനി. പ്രഭാഷകൻ 42:16-22. കർത്താവിൻ്റെ മഹത്വം ഈ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. അവിടുത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവരെയാണ് ദൈവം അവിടുത്തെ വിശുദ്ധർ, പരിശുദ്ധർ എന്ന് വിളിക്കുന്നത്. അവർക്ക് പോലും അവർണ്ണനീയമാണ് അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. അവിടുത്തെ ജ്ഞാനത്തിൽ നിന്നാണ് അവിടുത്തെ പ്രവൃത്തികളെല്ലാം വരുന്നത്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. മനുഷ്യൻ എത്ര മറച്ചാലും അവൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതകൾ പരിശോധിച്ച് എല്ലാം അറിയുന്നവനാണ്. ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നതിന് മുൻപേ അതറിയുന്നവനാണ് സർവജ്ഞാനിയായ ദൈവം. അവിടുന്ന് എത്രയോ മഹോന്നതൻ. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. അവിടുത്തെ ജ്ഞാനം അത്ര വലുതാണ്. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് എല്ലാം അറിയുന്നു. സർവജ്ഞാനിയാണ് അവിടുന്ന്. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അപ്പോൾ രഹസ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്, മനുഷ്യരുടേതല്ല. അവിടുന്ന് അതിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. എല്ലാ നിഗൂഢതകളും ദൈവത്തിൻ്റെതാണ്. അതൊരു വചനം പറയുന്നു, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുകയില്ല. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ, സർവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവിടുന്ന് സർവജ്ഞാനിയാണ്. സർവമഹത്വവും അത്യുന്നതനായ സർവജ്ഞാനിയായ ദൈവപിതാവിനുണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 1:8. ജ്ഞാനിയായി ഒരുവനേ ഉള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അപ്പോൾ അത്യുന്നതനായ ദൈവം, ഏക സത്യദൈവമായ ദൈവപിതാവ് എന്നേക്കും സിംഹാസനസ്ഥനാണ്. അനാദി മുതൽ അനന്തത വരെ എന്നേക്കും സിംഹാസനസ്ഥനാണ് അത്യുന്നതനായ ദൈവം.
എന്താ അവിടുത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ? ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഭയം ജനിപ്പിക്കുന്നവനാണ്. നമ്മൾ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച നീതിമാന്മാർ, പൂർവ്വപിതാക്കന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എല്ലാവരും കടന്നുപോയ ഒരു അനുഭവമാണ് ഭയം. അത് മനുഷ്യൻ്റെ ഇന്നുള്ള ഏതെങ്കിലും മൃഗത്തെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പെടുമ്പോഴോ വരുമ്പോൾ ഭയത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് പൈശാചികമായ ഭയമാണ്, അത് സാത്താൻ നിക്ഷേപിച്ച ഭയമാണ്. എന്നാൽ ഇത് ദൈവികമായ ഭയം. ഈ രണ്ട് ഭയങ്ങളും വേർതിരിച്ച് കാണും. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും അനന്തമായ ജ്ഞാനവും അനന്ത മഹിമപ്രതാപവും അതിൻ്റെ ഒരംശമെങ്കിലും അനുഭവിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള അദമ്യമായ ബഹുമാനമാണ് ഭയമായി വെളിപ്പെടുന്നത്. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മഹത്വമാണ് ഈ ഭയം. അവളെ ഭയം ജനിപ്പിക്കുന്നവനാണ്. അവിടുന്ന് ഭീതിതനായ ദൈവമാണ്. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിനുണ്ടായിരിക്കട്ടെ. പുറപ്പാട് 15:11 കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അപ്പോൾ ദൈവം അതുല്യനാണ്. അവിടുന്ന് ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനാണ്. ഭയം ജനിപ്പിക്കുന്നവനാണ്. ഭയം ജനിപ്പിക്കുന്ന അവിടുത്തേക്ക് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിൽ നാം ഭയന്ന് കമിഴ്ന്ന് വീഴും. അത്രമാത്രം ഭയം ജനിപ്പിക്കുന്നവൻ. എല്ലാ മഹത്വവും അവിടുത്തേക്കുണ്ടായിരിക്കട്ടെ. നിയമാവർത്തനം 10:17 നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അപ്പോൾ ദൈവം ഭീതിതനാണ്, ഭീതി ജനിപ്പിക്കുന്നവൻ. അവിടത്തേക്ക് ഈ എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നെഹമ്യ 1:5 സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവേ, തന്നെ സ്നേഹിക്കുകയും തൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. എന്താ നോക്കിയേ? തൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുന്ന് ഭീതികരനും അത്യുന്നതനുമാണ്. അവിടുത്തെ മാത്രമേ അത്യുന്നതെന്ന് വിളിക്കാൻ കഴിയൂ. അവിടുന്ന് മാത്രമാണ് ഭയം ജനിപ്പിക്കുന്നവൻ. അവിടുത്തേക്ക് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 76:7 അങ്ങ് ഭീതിതനാണ്. അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാനാവും? അവിടുത്തെ കോപം ജ്വലിക്കുന്ന, അവിടുത്തെ ക്രോധം അണപട്ടി ഒഴുകുന്ന സമയമാണ് അവസാന കാലം, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ അവിടുന്ന് ഭീതിതനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ചെന്ന് വീഴുക ഭയാനകമാണ്. എന്നാൽ ഇതൊന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. അവൻ അഹങ്കാരത്താലും ഈ ലോകത്തിലെ സമ്പത്തും സുഖങ്ങളും തരുന്ന അഹങ്കാരത്താൽ നിറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമൂഹമായി മാറി ഇന്ന്. അവിടുന്ന് ഭീതിതനാണെന്ന് ഈ ലോകം തിരിച്ചറിയും. യെശയ്യാ 2:19 ഇത് അതിനെക്കുറിച്ചൊരു പ്രവചനമാണ്. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യർ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം. ദൈവത്തിൻ്റെ ഭീതികരമായ ദർശനത്തിന് മുൻപിൽ, അവിടുത്തെ സർവശക്തമായ
ഭീതിജനകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ ഊട്ടി ഒളിക്കാൻ ശ്രമിക്കും. നിങ്ങൾ തുടർന്ന് വായിച്ചാൽ കാണാം, അവർ പർവ്വതങ്ങളോട് കുന്നുകളോടും വിളിച്ചു പറയും, പർവ്വതങ്ങളെ ഞങ്ങളെ വന്ന് മൂടുവിൻ, സിംഹാസനസ്ഥൻ്റെയും കുഞ്ഞാടിൻ്റെയും ക്രോധത്തിൽ ഞങ്ങളെ മറയ്ക്കുവിൻ. വെറുതെയാ. അവരുടെ ഈ പ്രവൃത്തികളൊക്കെ വിഫലമാണ്. ദൈവത്തിൻ്റെ ക്രോധം അത് മട്ടുവരെ ആരാണോ ഊറ്റി കുടിക്കേണ്ടവർ അവർ കുടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവിടുന്ന് ഭീതിതനായ ദൈവം, ഭീതിദായകനായ ദൈവം, അവിടുത്തേക്ക് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിൽ 97:5 കർത്താവിൻ്റെ മുൻപിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ഇതും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം പ്രവചനങ്ങളാണ്. പല പണ്ഡിതന്മാരും ഈ സങ്കീർത്തനങ്ങളൊക്കെ വെറുതെ സ്തുതിഗീതങ്ങളായി മാത്രം കണ്ട് അത് അന്നത്തെ കാലത്ത് അവരെന്തോ എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞ് തള്ളിക്കളയുന്നതാണ്. ഇതിലനേകം പ്രവചനങ്ങൾ എഴുതപ്പെട്ടു എന്ന് യേശു ക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്ന സമയം വരുന്നു. ആ ദൈവത്തെ എന്താ പറയുന്ന ദൈവത്തെക്കുറിച്ച്? അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. അപ്പോൾ ദൈവമായ കർത്താവാണ് ഭൂമി മുഴുവൻ്റെയും യഥാർത്ഥ അധിപൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും സർവാധിപനാണ്. സർവാധിപനായ ദൈവത്തിന് സർവമഹത്വവും ഉണ്ടായിരിക്കട്ടെ. 1 ദിനവൃത്താന്തം 29:10-13 എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങയുടേതാണ്. അതുകൊണ്ട് ദൈവമക്കൾ വിശ്വാസത്തോടെ, അഭിമാനത്തോടെ, ആനന്ദത്തോടെ ഏറ്റുപറയുന്നു, ആകാശത്തിലും സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അത്യുന്നതനായ സർവാധിപനായ കർത്താവിൻ്റേതാണ്. എല്ലാറ്റിൻ്റെയും അധിപനായി അങ്ങ് സ്തുതിക്കപ്പെടുന്നു. അപ്പോൾ സ്തുതിക്കപ്പെടണ്ടേ? എല്ലാറ്റിൻ്റെയും അധിപനായി, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെയും സർവാധിപനായി അത്യുന്നതനായ ദൈവത്തെ ഇന്ന് മക്കൾ സന്തോഷത്തോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാ അധികാരവും ശക്തിയും ദൈവത്തിന് അധീനമാണ്. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരണം അവിടുന്ന് സർവാധിപനാണ്. സർവാധിപനായ ദൈവത്തിന് സർവമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യൂഥിൻ്റെ പുസ്തകം 9-ാം അധ്യായം 14-ാം വചനം, അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിനു മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനതയും ഈ എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. അവിടുന്ന് ദൈവമാണെന്നും ഈ എല്ലാ ശക്തിയുടെയും സർവപ്രതാപത്തിൻ്റെയും ദൈവമാണ്. അപ്പോൾ ദൈവമായ കർത്താവ്, അത്യുന്നതനായ ദൈവം സർവപ്രതാപിയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പ്രതാപം നമ്മൾ കാണാറുണ്ട്. മനുഷ്യൻ്റെ പ്രതാപത്തെ മറ്റുള്ളവർ പുകഴ്ത്താറുണ്ട്. അതൊക്കെ ക്ഷണികമായതും കടന്നു പോകുന്നതും. എന്നാൽ ദൈവം എല്ലാ പ്രതാപത്തിൻ്റെയും ഉറവിടമാണ്. അവിടുന്ന് സർവപ്രതാപിയാണ്. അപ്പോൾ സർവപ്രതാപിയായ ദൈവമല്ലേ സർവമഹത്വത്തിനും യോഗ്യനായവൻ? അതുകൊണ്ട് ദൈവമക്കൾ ആനന്ദത്തോടെ, അവിടുത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവമക്കൾ ആനന്ദത്തോടെ സർവപ്രതാപിയായ ദൈവത്തിന് സർവമഹത്വവും നൽകുന്നു. ജോബ് 13:11 അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ? അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ? അവിടുത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പ്രതാപം,
ദൈവത്തിൻ്റെ സർവപ്രതാപം നമ്മെ ഭയപ്പെടുത്തണം. ദൈവഭയമുളവാക്കുന്നതാണ് ദൈവത്തിൻ്റെ സർവപ്രതാപം. അവിടുന്ന് സർവപ്രതാപിയാണ്. അവിടത്തേക്ക് എല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 12:31-32. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അചഗണമേ, ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ രാജ്യം മക്കൾക്ക് നൽകുന്നവനാണ്. ദാനിയേൽ പ്രവാചന പുസ്തകം 7-ാം അധ്യായം പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമാവും. ആർക്കാണ് ദൈവം അവിടുത്തെ രാജ്യം നൽകുന്നത്? എപ്പോഴാണ് ദൈവം അവിടുത്തെ രാജ്യം മക്കൾക്ക് നൽകുന്നത്? എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത? യേശുക്രിസ്തു 2000 വർഷം മുമ്പ് വന്ന് പഠിപ്പിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരുടെ കാഴ്ചപ്പാടുകളോ ചിന്തയിലോ ലക്ഷ്യങ്ങളിലോ ഭാവനകളിലോ ഒന്നും ദൈവരാജ്യമേ ഇല്ല. ഇവിടെ സമ്പത്തുണ്ടാക്കുക, ഇവിടെ പടർന്ന് പന്തലിക്കുക, ഇവിടെ മാക്സിമം സുഖങ്ങൾ ആസ്വദിക്കുക, ഇവിടെ കൂടുതൽ പച്ചയായ മേച്ചിൽ പുറങ്ങൾ തേടുക, ഇവിടെ മഹത്വവും സമ്പത്തും നേടാൻ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക, ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് അവിടെ അങ്ങ് തീരുക. ഇതിനപ്പുറത്തേക്കൊരു ദൈവരാജ്യത്തെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ ആരും ശ്രദ്ധിക്കുന്നുമില്ല, ആരെയും പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ടാൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് പരിഹാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവം അവിടുത്തെ രാജ്യം നൽകുന്നു. ഏത് രാജ്യം? എന്ത് രാജ്യം? ഇത് പറഞ്ഞ് ഈ അജ്ഞർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ഒന്നും അറിയുകയില്ല, അറിയാനൊട്ട് കഴിയുമില്ല. കാരണം യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. ഇത് നൽകിയിട്ടില്ലാത്തവർ എങ്ങനെ ദൈവരാജ്യത്തെ ബഹുമാനിക്കാൻ കഴിയും? എങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഗ്രഹിക്കാൻ സാധിക്കും? അവർക്കെങ്ങനെ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയും? അതാണ് ഇന്ന് ലോകത്ത് ദൈവരാജ്യം അന്വേഷിക്കുന്ന മക്കളുടെ നേരെ ലോകം ഉതിർക്കുന്ന സകല പരിഹാസത്തിൻ്റെയും പുറകിലുള്ളത്. ഈ പരിഹാസകരെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് അജ്ഞരാണ്, അറിയാൻ കഴിവില്ലാത്തവരാണ്, ഒരിക്കലും അറിയില്ലാത്തവരാണ്. അവർക്കൊന്നും കഴിയില്ല, കാരണം അവർ നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഗണത്തിന്, അതാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞ ആ ഗണത്തിന്, ചെറിയ അചഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നതാണ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ്. ആ പിതാവ് സർവശക്തനാണ്, സർവവും സാധ്യമായവനാണ്, സർവപ്രതാപിയാണ്, സർവാധിപനാണ്, കരുണാമയനാണ്, സ്നേഹസമ്പന്നനാണ്, വാത്സല്യനിധിയാണ്. ആ പിതാവ് നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് തടയാൻ സാത്താനോ അവൻ്റെ ശക്തികൾക്കോ കഴിയില്ലല്ലോ. പ്രഭാഷകൻ 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. അപ്പോൾ നാം എത്ര സ്തുതിച്ചാലും ആ ദൈവം അതിനെല്ലാം അപ്പുറമാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തില്ല. എന്താ കാരണം? അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ്. അപ്പോൾ എല്ലാറ്റിനും ഉപരിയായവനാണ് ദൈവം. അപ്പോൾ അവിടുന്ന് എത്ര മഹത്വത്തിന് യോഗ്യനാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചേ. നാം ധ്യാനിക്കണ്ടേ? എല്ലാറ്റിനും ഉപരിയായ ദൈവം. അപ്പോൾ എല്ലാറ്റിലും ഉപരി അവിടുത്തെ മഹത്വപ്പെടുത്തണം. എത്ര പുകഴ്ത്തിയാലും, എത്ര സ്തുതിച്ചാലും, എത്ര മഹത്വപ്പെടുത്തിയാലും വചനം പറയുക, ദൈവത്തിൻ്റെ ജ്ഞാനം പറയുക, അത് പരിധിയിലെത്തില്ല. എന്നാൽ നിങ്ങൾ തളർന്നു പോകരുത്, സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കുക. കാരണം അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ്. അതുകൊണ്ട് എല്ലാറ്റിനും ഉപരിയായ അത്യുന്നത ദൈവത്തിന് എല്ലാറ്റിനും ഉപരി സർവമഹത്വവും ഉണ്ടായിരിക്കട്ടെ. 1 രാജാക്കന്മാർ 8:27. എന്നാൽ ദൈവം ഈ യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. അപ്പോൾ സോളമൻ രാജാവ് ഒരു ദൈവഭവനം നിർമ്മിച്ചിട്ട് അതിൻ്റെ നിസ്സാരത ഏറ്റുപറയുക, ദൈവത്തിന് ശ്രേഷ്ഠത ഏറ്റുപറയുക, അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണെന്നുള്ള സത്യം ഏറ്റുപറയുക, സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും
അവിടുത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഈ എല്ലാറ്റിനും ഉപരിയായവനാണ് അത്യുന്നതനായ ദൈവം. അതുകൊണ്ട് എല്ലാ മഹത്വവും അവിടത്തേക്കുണ്ടായിരിക്കട്ടെ. യെശയ്യാ 45:18-19 ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടിച്ച് രൂപപ്പെടുത്തി, എല്ലാം മുൻകൂട്ടി പറഞ്ഞ് ആ പറയുന്നത് പോലെ തന്നെ എല്ലാം പൂർത്തിയാക്കി ദൈവം തൻ്റെ എല്ലാ പദ്ധതികളും യഥാസമയം നിവൃത്തിയാക്കുന്നവനാണ്. അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ്. യെശയ്യാ 43:13 ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കില്ല. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴിയും? ഇത് നിസ്സാരനായ മനുഷ്യൻ, വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ, ഇന്ന് കിളിർക്കുകയും നാളെ കരിഞ്ഞു പോവുകയും ചെയ്യുന്ന പുല്ലിന് മാത്രം സദൃശനായ മനുഷ്യൻ, എപ്പോൾ വേണേൽ മരണത്തിന് പിടിയിൽപ്പെട്ട് നശിച്ചു പോകാൻ സാധിക്കുന്ന മനുഷ്യൻ ഈ വലിയ സത്യം തിരിച്ചറിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധ ബൈബിളിൽ ദൈവം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ, താൻ നിവൃത്തിയാക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് പൂർത്തിയാകേണ്ട സമയത്ത് ദൈവം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അത് തടസ്സപ്പെടുത്താൻ മനുഷ്യനോ പൈശാചിക ശക്തികൾക്കോ ഒന്നിനും കഴിയില്ല. കാരണം അവിടുന്ന് സർവശക്തനാണ്. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, ദൈവത്തിൻ്റെ പ്രതികാരത്തിൽ നിന്ന് ആരെയും വിടുവിച്ചെടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അവിടുത്തെ പിടിയിൽ നിന്ന് ആരെയും മോചിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്ര ഉന്നതനായ ദൈവമാണ് അവിടുന്ന്. അവിടുത്തേക്ക് എല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 പത്രോസ് 2:4-9 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. അപ്പോൾ പർദീസയിൽ പാപം ചെയ്ത ഒരു സമൂഹം മാലാഖമാരുണ്ട്. അവരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴിയിലേക്ക് തള്ളിയിട്ടു. വിധി ദിനത്തിലാണ് അവരുടെ മേലുള്ള ശിക്ഷ പൂർത്തിയാക്കാൻ പോകുന്നത്. ദുഷ്ടരുടെ മേൽ, അപ്പോൾ അത് മാലാഖമാരെ ശിക്ഷിച്ച കാര്യം. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. അന്ന് ദൈവത്തെ അനുസരിക്കാഞ്ഞ നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കി സകലരോടും ദൈവം അവിടുത്തെ ക്രോധം നടപ്പിലാക്കി. അവരെ ആരെയും രക്ഷിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് അവരെ ആരെയും വിടുവിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ്7 പേരോടുകൂടെ അവിടുന്ന് കാത്തുരക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. എന്തായിരുന്നു കാരണം? ദൈവം ഏറ്റവും വെറുക്കുന്ന മ്ലേച്ഛമായ തിന്മ. അതുകൊണ്ട് അവരെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഗുണപാഠം നൽകി. ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർ ജീവിക്കുന്ന സമയമാണ് അവസാന കാലം. എന്നാൽ ഇന്ന് ഇതിൽ നിന്ന് ഒരു പാഠവും മനുഷ്യൻ പഠിച്ചിട്ടില്ല. അതേ തിന്മ ആഘോഷപൂർവ്വം ഇന്ന് മനുഷ്യൻ ചെയ്യുന്നു. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. അതുകൊണ്ട് ദൈവഭയമുള്ളവരെ രക്ഷിക്കുന്ന കാര്യത്തിലോ ദൈവത്തെ എതിർക്കുന്ന അനീതി പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്ന കാര്യത്തിലോ ആരെയും ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. ഇത് രണ്ടിനെയും തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അവിടുന്ന് അത്യുഗ്രനാണ്. അവിടുത്തെ പിടിയിൽ നിന്ന് ആരെയും മോചിപ്പിക്കാൻ ആർക്കും കഴിയില്ല.
അതുകൊണ്ട് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അത്യുന്നതനായ ദൈവപിതാവിന് എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 37:28. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, അവിടുന്ന് വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും, എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. അവിടുന്ന് അനീതി വെറുക്കുന്നു, അവിടുന്ന് അനീതി ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ നീതി സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് തിരിച്ചറിയണം. അതിനാദ്യം ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ നീതി ഗ്രഹിക്കണം. ആ നീതിയെ സ്നേഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. സങ്കീർത്തനങ്ങൾ 99:4. ശക്തനായ രാജാവേ, നീതിയെ സ്നേഹിക്കുന്നവനെ. അപ്പോൾ പിതാവായ ദൈവം അത്യുന്നതനായ സർവശക്തനായ രാജാവാണ്. അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നവനാണ്. അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തും. അപ്പോൾ അവിടുന്ന് സുസ്ഥാപിതമാക്കിയിരിക്കുന്നു ന്യായത്തെ. അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നവനാണ്. നാം എല്ലാവരും നീതി ആഗ്രഹിക്കുന്നവരല്ലേ? നീതി നടപ്പിലാകണം എന്നാഗ്രഹിക്കുന്നവരല്ലേ നാം എല്ലാവരും? അതിനുവേണ്ടി അനേകം സംവിധാനങ്ങൾ മനുഷ്യൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ നീതി ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി സ്നേഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നവനാണ് അത്യുന്നതനായ ദൈവം. അപ്പോൾ അവിടുന്ന് എത്രമാത്രം മഹത്വത്തിനും സ്തുതിക്കും യോഗ്യനാണ്. നീതിയെ സ്നേഹിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. യൂദിത്ത് 5:17. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അപ്പോൾ നീതിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തെ വെറുക്കുന്നതാണ്. പാപവുമായി ദൈവത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു കോംപ്രമൈസുകളുമില്ല. അപ്പോൾ ഇന്ന് മനുഷ്യൻ ദൈവം സ്നേഹമാണെന്ന് മാത്രം പറഞ്ഞ് ഏതു പാപവും ചെയ്യാനുള്ള ലൈസൻസാക്കി അതിനെ മാറ്റിയെടുത്തു. ഏത് വിധം വേണം ജീവിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. മറക്കരുത്, ദൈവം നീതിമാനാണ്. അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നവനാണ്, പാപത്തെ വെറുക്കുന്നവനാണ്, പാപത്തിന് ശിക്ഷ നൽകുന്നവനാണ്. മുഖം നോട്ടമില്ല, കൈക്കൂലി വാങ്ങില്ല, വിട്ടുവീഴ്ചകളില്ല. പാപത്തെ വെറുക്കുന്നവൻ പാപത്തിന് ശിക്ഷയും നൽകും. പ്രഭാഷകൻ 17:25-26. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. അതാണ് അനുതാപം. അപ്പോൾ അനുതപിക്കുന്നവൻ പാപത്തെ വെറുത്തുപേക്ഷിക്കും. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അതിനാൽ അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. സങ്കീർത്തനങ്ങൾ 145:14. കർത്താവ് വീഴുന്നവനെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ എളിമയോടെ വിശ്വാസത്തോടെ ജീവിക്കുന്നവൻ, അവൻ വീണാലും അവനെ താങ്ങുന്നു ദൈവം. നിലം പറ്റിയവരെ, എളിയവരെ ഉയർത്തുന്നവനാണ് ദൈവം. ഇവിടെ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അത് ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കും ദൈവം അയക്കുന്നവർക്കും മുൻപിൽ താഴ്മയോടെ നിൽക്കുന്നവരെ മാത്രമാണ്. തന്നെ താഴ്ത്തുന്നവനെയാണ് ദൈവം ഉയർത്തുക. അവിടുന്ന് എളിയവരെ ഉയർത്തുന്ന ദൈവം. യെശയ്യാ 40:28-31. നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന്
ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ഏക സത്യ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഇതൊക്കെ ഈ ലോക ജീവിതത്തിലെ നേട്ടങ്ങൾ കഴിയാൻ വേണ്ടി ഓടുന്നവരെക്കുറിച്ചാണ് എന്ന് വരുത്തി തീർത്ത് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന, അത് വിറ്റ് കാശാക്കുന്നവരുണ്ട്. ഇതൊന്നും ഈ ലോക ജീവിതത്തെക്കുറിച്ചോ, ഈ ലോകത്ത് സമ്പത്ത് നേടാൻ വേണ്ടി ഓട്ടത്തെക്കുറിച്ചോ, ഈ ലോകത്തിൽ മഹത്വവും സുഖവും നേടാൻ വേണ്ടിയുള്ള മനുഷ്യനെ പരക്കം പാച്ചിൽ അവൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഈ പറയണേ. ഇത് എപ്പോൾ ഓടുമ്പോൾ തളർന്നതിനെക്കുറിച്ച്, എന്തിനു വേണ്ടി ഓടുമ്പോൾ തളർന്നതിനെക്കുറിച്ച് ഒക്കെയാണെന്ന് പരിശോധിക്കണം. അല്ലാതെ ഈ ലോകത്തിൽ സുഖത്തിനും സമ്പത്തിനും വേണ്ടി ഓടി നടക്കുന്നവർ തളരുമ്പോൾ അവരെ താങ്ങിപ്പിടിച്ച് ഇന്നാ കൂടുതൽ സുഖം ആസ്വദിച്ചോ, കൂടുതൽ സമ്പത്ത് ഇവിടെ നേടിക്കോ എന്ന് പറഞ്ഞ് താങ്ങുന്നവനല്ല ദൈവം. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ മനുഷ്യനിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ലൗകികമായ കാഴ്ചപ്പാടിൽ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം എടുത്ത് ഉപയോഗിച്ച് ദൈവവചനത്തെ നിന്ദിക്കുന്നവരായി മാറി, വിറ്റ് കാശാക്കുന്നവരായി പലരും. അപ്പോൾ ദൈവം വീഴുന്നവനെ താങ്ങുന്നവൻ, ദുർബലന് ശക്തി പകരുന്നവൻ, എളിയവരെ ഉയർത്തുന്നവൻ ആണ്. അവിടത്തേക്കെല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യൂദിത്ത് 9:11 അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ അവിടുന്ന് ഈ എളിയവരുടെ സഹായമാണ്. സങ്കീർത്തനങ്ങൾ 116:6 എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ആര് യഥാർത്ഥത്തിൽ എളിമപ്പെടുന്നുവോ അവരെ കർത്താവ് എപ്പോഴും ഉയർത്തും. ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലും ആ പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രഘോഷിക്കുന്നുണ്ട്. അവിടുന്ന് എളിയവരെ പരിപാലിച്ച് ഉയർത്തുന്നവൻ. ജെറമ്യാ 33:2-3 ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവെന്നാണ്, അരുളി ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. അപ്പോൾ എങ്ങനെ വിളിക്കണം, എവിടുന്ന് വിളിക്കണം, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ദൈവമായ കർത്താവ് പറയുന്നത്? എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. അപ്പോൾ നമ്മുടെ വിളിക്ക് മറുപടി നൽകുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവം. അപ്പോൾ നാം എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെടുന്ന വ്യക്തമായി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ നേരെയും ചെവി അടയ്ക്കുന്നവനല്ല ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്, വിളിക്കുത്തരം നൽകുന്നവൻ, മറുപടി നൽകുന്നവനാണ് അത്യുന്നതനായ ദൈവം. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാം മഹത്വവും ഉണ്ടായിരിക്കട്ടെ. മത്തായി 7:11 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ആരോട് ചോദിക്കാൻ? ദൈവപിതാവിനോട് ചോദിക്കണം. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. എന്ത്? ദൈവത്തിന് മുമ്പിൽ എന്താണോ നാം അന്വേഷിക്കേണ്ടത് അത്. അല്ല ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയും ലോകത്തിലെ സമ്പത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തെക്കുറിച്ചല്ല ഇവിടെ പറയണേ. ദൈവത്തിന് മുമ്പിൽ നാം എന്താണോ അന്വേഷിക്കേണ്ടത് അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതന്വേഷിച്ചാൽ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തിനെയാണ് മുട്ടേണ്ടതെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ലൗകിക കാര്യങ്ങളെക്കുറിച്ചല്ല. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ പറയാൻ കാരണം ഈ വചനങ്ങളെല്ലാം ഭൗതിക ജീവിതത്തിലെടുത്ത് ഉപയോഗിച്ച് അത് ഭൗതിക ജീവിതത്തിന് വേണ്ടി വളച്ചൊടിക്കുന്ന ഒരു വലിയ തലമുറയാണ് ഇപ്പോഴുള്ളത്. ദൈവം സംസാരിക്കുന്ന ഭൗതിക ജീവിതത്തെക്കുറിച്ചല്ല, ഈ ലോകത്തിലെ സമ്പത്തും നേട്ടവും ബഹുമാനവും സുഖങ്ങളെയും കുറിച്ചല്ല, അതിലും മുട്ടുന്നതിനെക്കുറിച്ചല്ല, അത് തേടുന്നതിനെക്കുറിച്ചല്ല. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, എവിടെയാണ് മുട്ടേണ്ടത്, എന്താണ് അന്വേഷിക്കേണ്ടത്, ഇതാദ്യം അറിയണം. അതറിയില്ലാത്ത മനുഷ്യനാണ്, അതിന് താല്പര്യമില്ലാത്ത മനുഷ്യനാണ് ഇത് മുഴുവൻ വളച്ചൊടിക്കുന്നവർ. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ?
അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, നല്ലവനായ പിതാവ്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ എന്താണോ നന്മ, അതാണ് ചോദിക്കേണ്ടത്. ആ നന്മകളാണ് പിതാവ് തരുന്നത്. അത് ചോദിക്കുന്നവർക്കാണ് നൽകുന്നത്. ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം, ചോദിക്കേണ്ടവർ ചോദിക്കണം, അപ്പോൾ കിട്ടും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, മറുപടി നൽകുന്നവനാണ് പിതാവ്. പ്രഭാഷകൻ 32:13 തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. അപ്പോൾ നമ്മുടെ സ്രഷ്ടാവായ ദൈവം തൻ്റെ ദാനങ്ങൾ കൊണ്ട് നമ്മെ സംതൃപ്തനാക്കുന്നവനാണ്, നമ്മെ സംതൃപ്തരാക്കുന്നവനാണ്. അവിടത്തേക്ക് എല്ലാ സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നിയമാവർത്തനം 8:5-6 പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. ആർക്ക്? ദൈവമക്കൾക്ക്. അപ്പോൾ അതിനെ പരിശോധിച്ചാൽ കാണാം, പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അപ്പോൾ ദൈവം ശിക്ഷണം നൽകുന്നവനാണ്. നമ്മളെ സ്നേഹിക്കുന്ന മക്കൾക്കല്ലേ ശിക്ഷണം കൊടുക്കാറ്? എന്തിനാണ് നമ്മൾ ശിക്ഷണം കൊടുക്കുന്നത്? അവരുടെ യഥാർത്ഥ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ദൈവം തൻ്റെ മക്കളെ സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച, തീരുമാനിച്ച ഒരു നന്മയുണ്ട്, നിത്യമായ നന്മ. അപ്പോൾ ഇത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നന്മയാണ്. അപ്പോൾ ആ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് ശിക്ഷണം തരുന്നത് മുഴുവൻ. അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളുവിൻ. അതാണ് ശിക്ഷണം. അപ്പോൾ അവിടുത്തെ കൽപ്പനകളിലൂടെയാണ് അവിടുന്ന് നമുക്ക് ശിക്ഷണം തരുന്നത്. അപ്പോൾ എങ്ങനെ കൽപ്പന പാലിക്കണം? ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിൽ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. അപ്പോൾ അവിടുന്ന് നമുക്ക് ശിക്ഷണത്തിലൂടെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യമായ നന്മയ്ക്ക് വേണ്ടി നമ്മെ രൂപപ്പെടുത്തുന്നവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോ പ്രവൃത്തികളോ പരാജയപ്പെടുവോ? ഇല്ല. അപ്പോൾ ദൈവം ആർക്കൊക്കെ ശിക്ഷണം നൽകുന്നുവോ അവരെല്ലാം ഈ നിത്യമായ നന്മ സ്വന്തമാക്കും. അതെന്താണ് ഈ നന്മയെന്ന് സദ്വാർത്ത ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു നന്മ, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മ, നിത്യമായ നന്മ നമുക്ക് ലഭിക്കണമെങ്കിൽ, അത് നേടാൻ നാം രൂപപ്പെടണമെങ്കിൽ ഈ ശിക്ഷണത്തിലൂടെ നാം കടന്നു പോകണം. അഥവാ ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് കീഴിലല്ലാതെ ഈ നന്മ നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മെ ശിക്ഷണത്തിലൂടെ രൂപപ്പെടുന്നവരാണ്. 2 മക്കമായർ 6:16 അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുകയില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നുവെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. അപ്പോൾ ശിക്ഷണം നൽകുന്നത് ശിക്ഷയല്ല, അത് തള്ളിക്കളയാനല്ല, നശിപ്പിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ്. പ്രഭാഷകൻ 18:14 തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. കണ്ട, അപ്പോൾ പിതാവായ ദൈവം നമുക്ക് ശിക്ഷണം നൽകിയാൽ, നാം ആ ശിക്ഷണം സ്വീകരിച്ചാൽ പിതാവ് നമ്മോട് എന്തു തോന്നും? ആർദ്രമായ സ്നേഹം അവിടുന്ന് കാണിക്കും, ആർദ്രത കാണിക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ശിക്ഷണം കൊടുത്താൽ, ആ കുഞ്ഞ് ശിക്ഷണം സ്വീകരിച്ചാൽ, തന്നെ തിരുത്തുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് ആർദ്രതയും വാത്സല്യവും ഉണ്ടാകില്ലേ? അത് മനുഷ്യർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ മുഴുവൻ പൂർണ്ണതയായ ദൈവത്തിൻ്റെ ആർദ്രതയും സ്നേഹവും വാത്സല്യവും എത്രയധികമായിരിക്കും അവിടുത്തെ ശിക്ഷണം സ്വീകരിക്കുന്നവരോട്. അപ്പോൾ ശിക്ഷണത്തിലൂടെ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നവനാണ് നമ്മുടെ പിതാവ്. സെഫാനിയ 3:7-8 തീർച്ചയായും അവൾ എന്നെ ഭയപ്പെടും, അവൾ ശിക്ഷണം സ്വീകരിക്കും, ഞാൻ അവളുടെ മേൽ വരുത്തിയ ശിക്ഷകൾ അവൾ കാണാതെ പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ അവർ ഉത്സുകരായതേ ഉള്ളൂ. ഇത് ഇന്ന് ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ്. എത്രമാത്രം ശിക്ഷണം നൽകിയിട്ടും ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവ് അരുളിച്ചെയ്യുന്നു, അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ
ഞാൻ വരുന്ന ദിവസം വരെ എന്നെ കാത്തിരിക്കുക. അങ്ങനെ ഒരു ദിവസമുണ്ട്. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനം. എൻ്റെ രോഷവും കോപാഗ്നിയും വർഷിക്കാൻ, ജനതകളെയും രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിക്കും. അപ്പോൾ അവിടുന്ന് അത്യുഗ്രനായ ദൈവമാണ്. അവിടുന്ന് ശിക്ഷണം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ ശിക്ഷണത്തെ തള്ളിക്കളയുന്നവൻ ദൈവത്തിൻ്റെ ക്രോധത്തിൽപ്പെട്ട് നശിക്കും. അപ്പോൾ എല്ലാ മഹത്വത്തിനും യോഗ്യനായ ദൈവത്തിൻ്റെ അവിടുത്തെ നാം എന്തിനെ പ്രതിയെല്ലാം അവിടുത്തെ മഹത്വപ്പെടുത്തണമെന്ന് വളരെ ചുരുക്കിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. എല്ലാ മഹത്വവും നാം അവിടത്തേക്ക് നൽകണം. അപ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ എത്രമാത്രം നാം വർണ്ണിച്ചാലും, അവിടുത്തെ ശ്രേഷ്ഠതയും മഹത്വവും എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. അതുകൊണ്ട് വചനം ഇത്രകാലം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രഭാഷകൻ 43, 27, 31. എത്ര പറഞ്ഞാലും മുഴുവനാകില്ല. ഈ എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്നാണ് സർവ്വവും. മനുഷ്യൻ എത്ര പറഞ്ഞാലും മതിയാകില്ലെന്ന് മാത്രമല്ല, ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പറയുന്നത്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ? എത്ര പറഞ്ഞാലും മുഴുവനാകില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്ന് അത്യുന്നതനായ ദൈവമാണ്, സർവ്വവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതനാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? അത് മനുഷ്യന് അസാധ്യമാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സങ്കീർത്തകനോടൊത്ത് നമുക്കും ഏറ്റുപറയാം: എൻ്റെ വാ കർത്താവിൻ്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ പരിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോ ദൈവമക്കളും അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും, ഓരോ ചിന്തയിലും, പ്രവൃത്തികളിലും, തങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളിലും എല്ലാ മഹത്വവും എന്നും അത്യുന്നതനായ ദൈവപിതാവിന് നൽകട്ടെ. അവിടുത്തേക്ക് സർവ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് എല്ലാ പുകഴ്ചയും എന്നാളും ഉണ്ടായിരിക്കട്ടെ.